ശേഷം ഈ വേദി നടക്കുന്ന പ്രഖ്യാപന പരിപാടിയെ അവതരിപ്പിക്കുന്നത് ബഹുമാനായ ഈ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ചെയർമാനും സ്ഥാപനത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റിനപ്പുറം സാങ്കേതികമായ സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും അപ്പുറം അതൊന്നുമില്ലാത്ത കാലത്ത് നജാത്തിന് വേണ്ടി ഉയിരും ജീവനും മാറ്റിവെച്ച ബഹുമാനായ സുഹൈർ മൗലവിയാണ്. പ്രഖ്യാപനത്തിന് വേണ്ടി സുഹൈർ മൗലവിയെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും പടച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ അനുഗ്രഹിക്കണേ. ഇവിടെ നിൽക്കുമ്പോൾ 77-ൽ വിദ്യാർത്ഥിയായിരുന്ന മെപ്പയൂർ സലഫിയയിലെ വിദ്യാർത്ഥിയായിരുന്ന അവസ്ഥയിൽ മിഫ്താഹുൽ ഹുദയിൽ വെച്ച് നജാത്തിൻ്റെ ക്ലാസ്സുകൾ നടക്കുമ്പോൾ അവിടെ വന്ന് ചെറിയ തോതിൽ ക്ലാസ് എടുത്തത് ഇന്നും ഓർക്കയാണ്. ചുങ്കത്തറയിലെ എല്ലാ കുടുംബങ്ങളിലെയും മെമ്പർമാരുടെ മക്കൾ അന്ന് ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറേ പേരുകൾ നിങ്ങൾ കേട്ടു. അവരും അതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരുമായ ഒരുപാട് ആളുകൾ. ഒരു കൊച്ച് ഷെഡിൽ നമ്മളെ സ്ഥാപനം എത്തുന്നതിന് മുമ്പ് ഗോവിന്ദൻ നായരുടെ വീട്ടിൽ തൽക്കാലം താവളം നേടിയപ്പോൾ ഷെഡിന് ശേഷം KP കുന്നിൽ വിശാലമായൊരു സംവിധാനമുണ്ടാകാൻ തുടങ്ങി. അവിടെ സ്ഥലം ലഭിച്ചു. അവിടുന്ന് നമ്മൾ അതിലും വലിയ സൗകര്യത്തിന് വേണ്ടി കൊതിച്ചു. പല വാടക കെട്ടിടങ്ങളിലും ഹോസ്റ്റലുകൾ നടത്തി. പിന്നീട് നമ്മൾ പൂച്ചക്കുത്തിൽ സ്ഥലം വാങ്ങി. അവിടെ നിന്ന് ഈ വിശാലമായ ക്യാമ്പസിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചു. ഈ സ്ഥാപനങ്ങളുടെ കുതിച്ചുചാട്ടത്തിൽ വലിയ പങ്ക് ഓർഫനേജിന് ഉണ്ട്. ആ ഓർഫനേജ് തുടങ്ങാനും ആവേശപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിച്ച ഇല്ലിക്കൽ കുഞ്ഞുസാഹിബ് ഈ വേദിയിലുണ്ട്. നമ്മുടെ ബഹുമാന്യരായ KP ബാവ, പയ്യോളി തുടങ്ങിയവർ, ബാപ്പയടക്കം കൊല്ലറമ്പനടക്കം പലരും ഇന്ന് റബ്ബിൻ്റെ വിധി നേടി ഖബറിലാണ്. അല്ലാഹുവേ, അവർക്ക് ഇരുലോകത്തും നന്മ പ്രദാനം ചെയ്യണേ. ഒരുപാട് ആളുകൾ, വലിയവരും ചെറിയവരുമായി ഒരുപാട് ആളുകൾ അവനവൻ്റെ അത്യാവശ്യങ്ങൾക്കെടുത്തു വെച്ച പണം പോലും തന്ന് സഹായിച്ചിട്ടുണ്ട്. 2 കൊച്ചു കട ഉണ്ടായിരുന്ന ആൾ എല്ലാ ദിവസവും 60 റിയാൽ നജാത്തിന് തന്നുകൊണ്ടിരുന്നു. അദ്ദേഹവും അടിയിലാണ്. എല്ലാ ദിവസവും സംഖ്യകൾ അയച്ചുകൊണ്ട് സ്ഥാപനത്തെ സഹായിച്ച ആൾക്കാർ. ഈ വിശാലമായ 4 ഏക്കർ ഇവിടെ ഉള്ള ഈ ബിൽഡിങ്, ഇതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ദൈനംദിന ചെലവുകൾ അതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പാൾ അലി ഷാക്കിർ, ഇതിൻ്റെ അക്കാഡമിക് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ടീം, MKയുടെ നേതൃത്വത്തിലുള്ള വലിയ ടീം,
ഈ പരിപാടികൾക്കെല്ലാം തന്നെ സെക്കൻഡുകൾ കൊണ്ട് ഓടി എത്തിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരും സ്റ്റാഫും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളും കമ്മിറ്റി ഭാരവാഹികളും എല്ലാം കൂടിയ നല്ലൊരു ടീം ആണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത് 50ാം വാർഷിക പ്രഖ്യാപനമാണ്. 49 വർഷമാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സമ്പത്ത് എന്താണ്? സാധാരണ ഒരു സ്ഥാപനം അതിനെന്തെങ്കിലും വരുമാനമുണ്ടാകും. അതെ, ഈ സ്ഥാപനത്തിന് വലിയ 2 തരം വരുമാനമുണ്ട്. ഒന്ന് പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും സാമ്പത്തികമായ പ്രയാസങ്ങളുടെയും വരുമാനമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നല്ല വരുമാനമായിട്ടുണ്ട്. പഴയ കാലം ഓർക്കുമ്പോൾ വലിയ ആവേശമുണ്ടാകുന്നുണ്ട്. ശമ്പളം കൊടുക്കാൻ കഴിയാത്ത നാളുകൾ, ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത നാളുകൾ ഒക്കെ. രണ്ടാമത്തേത്, ഈ സ്ഥാപനത്തിൽ ആദ്യം മുതൽ പഠിച്ച വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മിമ്പറിലും മെഹ്റാബിലും ഉണ്ട്. അവർ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധനും ജൂതനും ജൈനനും ഈശ്വരവിശ്വാസി നിരീശ്വരവാദിയുമെല്ലാം ഉള്ള, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാമുള്ള ഈ അണ്ടകടാഹത്തെ പടച്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം ദുആ ചെയ്യുന്ന, അവനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഒരു ദിവസമോ ആഴ്ചയോ മാസമോ കൊല്ലമോ 10 കൊല്ലമോ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർ അതാത് നാടുകളിൽ, അതാത് മഹല്ലുകളിൽ, അതാത് സമൂഹങ്ങളിൽ നെടുനായകത്വം വഹിക്കുന്നുണ്ട്. അവർ പിന്നിലല്ല, മുന്നിലാണ്. ആ മക്കളാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥമായ വരുമാനം. നമ്മുടെ സ്വന്തം മക്കളും പേരമക്കളും മരുമക്കളുമൊക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കണം. അവർ ഭൗതിക വിദ്യാഭ്യാസം നേടണം, അതോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസം നേടണം. കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥരായി, ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായി, അധ്യാപകരായി മാറണം. കടമകൾ മറക്കാത്തവരായി മാറണം എന്ന തത്വമാണ്, ഉദ്ദേശ്യമാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് നിർവഹിക്കാനുള്ള പ്രഖ്യാപനം 50ാം വാർഷികത്തിൻ്റെ പ്രഖ്യാപനമാണ്. അത് 2027 അഥവാ അടുത്ത വർഷം വരെ നീണ്ടു നിൽക്കുന്ന, 1 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ ചുങ്കത്തറയിൽ, മേഖലയിൽ, എടക്കര ഏരിയയിൽ, നിലമ്പൂർ ഏരിയയിൽ, പിന്നെ ജില്ലയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും, ഗൾഫ് നാടുകളിലും, തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം നീണ്ട് പരന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന 50ലധികം പരിപാടികളുടെ ഒരു പദ്ധതിയാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ പ്രഖ്യാപനം നിർവഹിക്കുന്നത്. അല്ലാഹു അക്ബർ. എല്ലായിടത്തും നജാത്തിന്റെ സന്ദേശം. നജാത്ത് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, രക്ഷയാണ്. രക്ഷയാണ്. അത് നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുകയാണ്. ഒപ്പം കഞ്ഞി കുടിക്കാനുള്ള വക, കുടുംബത്തെ സംരക്ഷിക്കാനുള്ള വക, സദക്ക ദാനധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള വക, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുള്ള വക ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുമാറ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകണമെന്ന് നമ്മൾ നിർബന്ധമായും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്കും കുടുംബം രക്ഷപ്പെടുന്നു, സമൂഹം രക്ഷപ്പെടുന്നു, അവനവൻ രക്ഷപ്പെടുന്നു. ഈ 2 രക്ഷയുമാണ് നജാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നജാത്ത് എന്നതിൻ്റെ കൂടെ അന്ന് ആ സംവിധാനം തുടങ്ങി വെച്ച മഹാന്മാരായ നേതാക്കൾ അനാം എന്നുകൂടി ചേർത്തിട്ടുണ്ട്. എന്താ നജാത്തുൽ അനാം? മാനവരാശിയുടെ രക്ഷ എന്നാണ്. അന്ന് എന്തുമാത്രം വലിയൊരു ആവശ്യത്തിലപ്പുറമുള്ള, ഒരിക്കലും കൊക്കിലൊതുങ്ങാത്തൊരു പേരാണ് എന്ന് തോന്നിയിരിക്കാം. പക്ഷേ മൊബൈലും കമ്പ്യൂട്ടറും അതിലുള്ള സംവിധാനങ്ങളുമെല്ലാം വന്നപ്പോൾ ലോകത്തെവിടെ വേണമെങ്കിലും ആളുകളെ രക്ഷിക്കാവുന്ന രീതിയിൽ ആയത്തും ഹദീസും സഹാബിമാരുടെ വചനങ്ങളും എത്തും എന്ന അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാ നജാത്തുൽ അനാം സാർത്ഥകമാവുകയാണ്. ശരി, അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ പദ്ധതിയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കൈകോർക്കണം, എല്ലാവരും സഹായിക്കണം.
എല്ലാവരും സഹകരിക്കണം. സ്ഥാപനത്തിൽ ഇടക്കിടക്ക് വന്ന് സന്ദർശിച്ച് മിഠായി തരുന്ന, പലഹാരങ്ങൾ തരുന്ന, ഒന്നുമില്ലെങ്കിൽ കുശലാന്വേഷണങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകളെ ഓർമ്മിക്കുകയാണ്. അതിലൊരാൾ അടുത്ത കഴിഞ്ഞ മാസം മരിച്ചുപോയി. ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന് ഈ രീതിയിലുള്ള സഹകരണം നിർവഹിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോരാടേണ്ടി വരുന്നത് ശിർക്കിനും ബിദ്അത്തിനുമെതിരെയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ ഉസ്താദുമാരും ആളുകളുടെ കൈകളിൽ കെട്ടിക്കൊടുക്കുന്ന കെട്ടിയിട്ട കെട്ടുകളിൽ ഊതിയിട്ടുള്ള ചരടുകളും മൈക്കല്ലുകളും മേലസ്സുകളും ഓം നമ ശിവായ എന്ന് വരെ പാടിയിട്ട് മുസ്ലിം സമൂഹത്തിലെ സഹോദരീ സഹോദരന്മാർ ഇത്തരം കെട്ടുകൾ അണിയുകയാണ്. ഇത് ബഹുദൈവത്വമാണ്, ശിർക്കാണ്, പടച്ചവൻ പൊറുക്കാത്ത പാപമാണ്. ഇത് മരുന്നല്ല, ഇത് പഥ്യമല്ല, ഇത് പോഷകാഹാരമല്ല. അപ്പോൾ സകല വൈദ്യശാസ്ത്രങ്ങളെയും വെല്ലുവിളിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ തട്ടിപ്പാണ്. അതുകൊണ്ട് ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒരു വ്യക്തിയോടും ഇസ്തിഗാസ സഹായത്തേട്ടം നിർവഹിക്കാൻ നമുക്ക് അവകാശമില്ല. എല്ലാം ശിർക്കാണ്. അപ്പോൾ ആ ശിർക്കിനെതിരെ പോരാടി ജനങ്ങളെ അന്ധവിശ്വാസത്തിന് രക്ഷിച്ച് അതോടൊപ്പം സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥയും ഉണ്ടാക്കി തീർക്കുക എന്ന നജാത്തിൻ്റെ ഈ പദ്ധതി നമ്മളെല്ലാവരും ഏറ്റെടുക്കണം. എല്ലാറ്റിനും റബ്ബിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഈ ഒരു പ്രഖ്യാപനം നിർവഹിച്ച ഈ സ്ഥാപനത്തിൽ ഏറ്റവും അർഹനായ വ്യക്തിത്വം കൂടിയായ സുഹൈർ മൗലവിക്കുള്ള സംഘാടക സമിതിയുടെയും സ്ഥാപനത്തിൻ്റെയും അഗൈതമായ നന്ദിയെ പ്രാർത്ഥനയായി അറിയിക്കുകയാണ്.